സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിമന്യമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ ദീപഗിരി സെന്റ് തോമസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളിലെ 6-ാം പ്രമാണത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ് നാം ഈ നാളുകളിലൊക്കെയും സീക്രട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നത്, ഇല്ലേ? ഇന്ന് നമ്മൾ 6-ാം പ്രമാണത്തെക്കുറിച്ചാണ് വിശകലനം നടത്തുക. 6-ാം പ്രമാണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രമാണം, അല്ലേ? ഏതാണ് 6-ാം പ്രമാണം? എന്നോട് ഒച്ചേ പറഞ്ഞേ. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള ഒരു പ്രമാണമാണ്. നമുക്കറിയാം, ഈ 10 പ്രമാണങ്ങളിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളെയാണ് തിരുവചനം നമ്മെ അഭിസംബോധന ചെയ്യുന്നത്. അപ്രകാരം മനുഷ്യജീവിതത്തിൻ്റെ ഒരു സുപ്രധാന മേഖലയാണ് മനുഷ്യൻ്റെ ലൈംഗികത എന്ന് പറയുന്നത്. ഈ ഒരു ലൈംഗികതയെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഈ 6-ാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്നത്. നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെ എന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. മാനുഷികത എന്ന് പറയുന്നതിൽ ഈ പുരുഷനായിരിക്കുന്ന അവസ്ഥയും സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഇതിനെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. ലൈംഗികത എന്ന് പറയുമ്പോൾ മനുഷ്യൻ അവൻ്റെ അവസ്ഥാപരമായി ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കുന്നു. ഇപ്പോൾ വ്യത്യസ്ത ജെൻഡറുകളെക്കുറിച്ച്, തേർഡ് ജെൻഡറുകളെക്കുറിച്ചൊക്കെയുള്ള വിചിന്തനങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കുന്നില്ല. ഏതാണെങ്കിലും ലൈംഗികത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അവൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു വ്യക്തി പുരുഷനായി ജനിച്ചു അല്ലെങ്കിൽ സ്ത്രീയായി ജനിക്കുന്നു എന്നുള്ളത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തത്വമാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യന് ഈ ഒരു ലൈംഗികത എന്ന അനുഗ്രഹം നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവസന്ധാരണത്തിന് വേണ്ടിയാണ്. കാരണം ലൈംഗികത എന്നത് മനുഷ്യകുലത്തിന് മാത്രമുള്ളതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഈ സവിശേഷതയുണ്ട് എന്ന് നമുക്കറിയാം. ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളും അവരുടെ ലൈംഗിക ബന്ധത്തിലൂടെ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ഈ ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടി മനുഷ്യന് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് ലൈംഗികത എന്ന് പറയും. ലൈംഗികതയെക്കുറിച്ച് ബൈബിൾ ഏറ്റവും ഭാവാത്മകമായിട്ട്, പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ലൈംഗികതയെക്കുറിച്ച് പിൽക്കാല വ്യാഖ്യാനങ്ങളിൽ ലൈംഗികത എന്തോ ഒരു മ്ലേച്ഛ പ്രവൃത്തിയാണ് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ലൈംഗികതയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പടരാൻ ഇടവന്നിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ലൈംഗികതയെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി, ദാനമായി, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളിയായിട്ടാണ് വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈംഗിക അവയവങ്ങളെ ദൈവീക സാന്നിധ്യങ്ങളായിട്ട് യഹൂദർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ ലൈംഗിക അവയവത്തിൻ്റെ അഗ്രചർമ്മം മുറിച്ചാണ്
ദൈവവുമായുള്ള ഉടമ്പടിയിൽ യഹൂദർ ഏർപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. കാരണം കൈവിരലിൻ്റെ അറ്റത്തു നിന്ന് 2 തുള്ളി മുറിച്ച് വെച്ചിട്ട് ഈ ദൈവവുമായി ഉടമ്പടിയിൽ ചെയ്യാമായിരുന്നു, അല്ലേ? 2 തുള്ളി ചോര ഇവിടുന്ന് വന്നാലും മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ലൈംഗികാവയവത്തിൻ്റെ അഗ്രചർമ്മം മുറിക്കണം എന്ന് യഹൂദരുടെ ഇടയിൽ നിയമമുണ്ടായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. മനുഷ്യ ശരീരത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് യഹൂദർ ലൈംഗിക അവയവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു വലിയ ആദരവും സ്നേഹവും ഈ ലൈംഗികതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ പിൽക്കാലത്ത് പല റബ്ബിമാരുടെ കാലം മുതൽ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ ലൈംഗികത മോശമായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ക്രൈസ്തവ കാലഘട്ടത്തിലെത്തിയപ്പോഴും ലൈംഗികതയെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളോ മുൻവിധികളോ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി വിശുദ്ധ ഗ്രന്ഥം വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യകുലത്തെക്കുറിച്ച് ദൈവം കണ്ട ലൈംഗികത എന്ന യാഥാർത്ഥ്യത്തെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു. ഈ ഒരു വീഴ്ചയെ മുതലെടുത്തുകൊണ്ട് ലൈംഗികത എന്നത് എന്തോ വഴിതെറ്റിയ കാര്യങ്ങളാണ് എന്നവതരിപ്പിച്ചുകൊണ്ട് ലൈംഗികതയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് അസ്വസ്ഥതകൾ, തിന്മകൾ, അപഭ്രംശങ്ങൾ ഈ മേഖലയിൽ കടന്നു വരികയും ചെയ്തു എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് ലൈംഗികതയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ലൈംഗികത എന്നതിലൂടെ തിരുസഭയെ ദൈവം പഠിപ്പിക്കുന്നത് എന്ന്. ക്രിസ്തീയ ജീവിതത്തിൽ ഈ ലൈംഗികത എന്ന ദൈവദാനത്തെ എപ്രകാരമാണ് അർത്ഥപൂർണമായി ജീവിക്കാൻ കഴിയുന്നത് എന്ന സത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഈ ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിനൊരുക്കമായി നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ മനോഭാവം ഇതൊരു ദൈവദാനമാണ്, ദൈവീകമായ ലക്ഷ്യമാണ് ലൈംഗികതയ്ക്കുള്ളത്. ലൈംഗികത ശരിയായ അർത്ഥത്തിൽ വിനിയോഗിക്കാതെ വരുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അപകടകരമാകുന്ന അവസ്ഥകളിലേക്ക് ലോകം എത്തിച്ചേരും എന്നുള്ള യാഥാർത്ഥ്യവും കൂടി നമ്മൾ മനസ്സിലാക്കാം. കൂടുതൽ വസ്തുതകൾ നമ്മുടെ ചർച്ചകൾക്കിടയിൽ നമുക്ക് കണ്ടെത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചോദ്യം ജോസാറാണ്. ഓക്കെ, സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. വിവാഹിതർ ദാമ്പത്യ ശുദ്ധത പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, എന്നാൽ മറ്റുള്ളവർ വിരക്തിയിൽ ശുദ്ധത പാലിക്കുന്നു എന്ന് മതബോധന ഗ്രന്ഥം 2349 ഖണ്ഡികയിൽ പറയുന്നു. വിരക്തി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വിശദമാക്കും. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ വിശ്വസ്തതയിലൂടെയാണ് അവർ ദാമ്പത്യ വിശുദ്ധി പാലിക്കുന്നത്, ജീവിത വിശുദ്ധി പാലിക്കുന്നത്. അല്ലാത്തവർ വിരക്തിയുടെ ജീവിതത്തിലൂടെയാണ് എന്ന്, അതാണ് സാറിനെ പ്രശ്നത്തിലാക്കിയല്ലേ. ഈ വിരക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം അല്ലാത്തവർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാത്ത സന്യസ്തര്, വൈദികര്, അവർ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാത്തവരാണ്. അവർ വിരക്തി എന്ന് പറയുന്നത് ഈ ബ്രഹ്മചര്യ വ്രതത്തിലൂടെ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി പാലിക്കണം. അതുപോലെ തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കാത്ത യുവജനങ്ങൾ അവരും എങ്ങനെയാണ്? അവരും ഇതേ വിരക്തി തന്നെ പാലിക്കണം. പലരും പല മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിരിക്കും, അതിൻ്റെ ഒപ്പം ഓടരുത്. ഇതൊക്കെ ഗുണകരമാണ്, ആസ്വാദ്യമാണ് എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ പല സാഹചര്യങ്ങളും വന്നെന്നിരിക്കും. പക്ഷേ അത് ജീവിത വിശുദ്ധി നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. അതിലേക്ക് പോകരുത്. അതുകൊണ്ട് ഇവയിൽ നിന്ന് അകലം സൂക്ഷിക്കണം. ഇത്തരം പ്രലോഭനങ്ങളിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നതാണ് വിരക്തി എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. വിരക്തി എന്ന പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അത് സന്യസ്തരെയും വൈദികരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രഹ്മചര്യ വ്രതത്തോടുള്ള വിശ്വസ്തതയിലൂടെ
അവർ ജീവിത വിശുദ്ധി പാലിക്കണം എന്നതാണ്. എങ്കിൽ വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കാത്ത യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള പാപ സാഹചര്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മാറി നിന്ന് തങ്ങളുടെ ജീവിത പങ്കാളിക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും പരിശുദ്ധമായ സമർപ്പണമാണ് തങ്ങളുടെ ശരീരം എന്ന് മനസ്സിലാക്കി ആ ശരീരത്തെ പരിശുദ്ധിയോടെ സൂക്ഷിക്കാൻ ഓരോ യുവാവും യുവതിയും തീരുമാനമെടുത്ത് ജീവിക്കുമ്പോഴാണ് അത് വിരക്തിയുടെ ജീവിതമായി തീരുന്നത്. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി. ഓരോ ജീവിതാന്തസ്സും ഈ ജീവിത വിശുദ്ധി പാലിക്കുന്നതിന് അതിൻ്റേതായ വഴികളുണ്ട് എന്നാണ് മതബോധന ഗ്രന്ഥം ഉദ്ദേശിക്കുന്നത്. അതേസമയം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയാണ് ആ വിശുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുക. ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇനി 5 കൊല്ലത്തേക്ക് ദാമ്പത്യ ബന്ധങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് ഞാൻ അങ്ങനെ വ്രതമെടുത്തു എന്ന് പറയുന്ന ചില സ്ത്രീകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ടാകാം. ഞാൻ ഇനി ഒരു സന്യാസിയെ പോലെ ജീവിക്കുകയാണ്, 10 കൊല്ലത്തേക്ക് ഇനി ബന്ധങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ദാമ്പത്യ വിശ്വസ്തതയല്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചവർ അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി പാലിക്കേണ്ടത് വഴി ഏതാണ്? ആ ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയിലൂടെയാണ് അത് പാലിക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിശ്ചിത കാലത്തേക്ക് പരസ്പരം സമ്മതിച്ച് എത്തിയ തീരുമാനപ്രകാരമല്ലാതെ ദമ്പതികൾ ജീവിത പങ്കാളിയുടെ ദാമ്പത്യ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്ന് സ്ലീഹ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥവും ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവിത വിശുദ്ധി പാലിക്കാൻ വേണ്ടി ദമ്പതികൾ ദാമ്പത്യ ബന്ധം ഉപേക്ഷിച്ച് ജീവിക്കുക എന്ന തീരുമാനമെടുക്കുന്നതും ജീവിത വിശുദ്ധിക്ക് ഗുണകരമായ നിലപാടല്ല എന്നാണ് മതബോധന ഗ്രന്ഥം തരുന്ന സൂചന. സാറ് വിരക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വിശുദ്ധ യൂസേപ്പ് പിതാവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമായല്ലേ നമ്മൾ പരിശുദ്ധ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവായ യൂസേപ്പ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ പിതാവേ? യെസ് യെസ് യെസ്. യൂസേപ്പ് പിതാവ് വിരക്ത ഭർത്താവാണ് എന്ന് പറയുമ്പോൾ ഞാൻ സന്യസ്തരെയും വൈദികരെയും സംബന്ധിച്ച് പറഞ്ഞ ആ ഒരു അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മചാരിയായ ഭർത്താവ് അത് ഒരു ദൈവിക പദ്ധതിയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോഴാണ് മറിയത്തിലൂടെ ദൈവം നിവർത്തിതമാകുന്ന രക്ഷാപദ്ധതിയെക്കുറിച്ച് യൗസേപ്പ് പിതാവിന് അറിവ് കിട്ടുന്നു. അപ്പോൾ യൗസേപ്പ് പിതാവ് ആ ദൈവിക പദ്ധതിക്ക് സ്വയം കീഴ്വഴങ്ങുകയും തന്നെ ബ്രഹ്മചാരിയായി സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഈ വിരക്ത ഭർത്താവ് എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിലൂടെ സുവിശേഷം അർത്ഥമാക്കുന്നത്. താങ്ക് യു. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേര് റെജീന. ഓക്കെ, ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശയുടെ കൽപ്പനയിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനെ വിധിച്ചത്, ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല എന്ന്. പരസ്പരം ഒരു തരത്തിലും ഒത്തുപോകാൻ സാധിക്കാത്തവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് നല്ലത് വേർപിരികയല്ലേ? അതുപോലെ തന്നെ പരസംഗം മൂലം ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് വചനം അനുശാസിക്കുന്നു. ഇവയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? യെസ്, പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണ് ഈശോ ഇവിടെ തിരുത്തുന്നത് എന്ന് നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായം 3 മുതൽ 7 വരെ തിരുവചനങ്ങളിലാണ് ടീച്ചർ ഉന്നയിച്ച ആ ചോദ്യം അടങ്ങിയിരിക്കുന്നത്. അത് എല്ലാ കല്യാണങ്ങൾക്കും വായിച്ചു കേൾക്കുന്ന ഒരു വചനഭാഗമാണ്, പ്രത്യേകിച്ച് സുറിയാനി ആരാധനാക്രമത്തിൽ. അപ്പോൾ ഈ വചനഭാഗത്തിൻ്റെ അർത്ഥമാണ് ടീച്ചർ ചോദിച്ചത്. ഈ പരസംഗം മൂലം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു വിഷയം, മറ്റൊന്ന് ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിക്കുക എന്നുള്ളത്. അതായത് ഈശോ പറയുന്ന ഇതൊക്കെ പിന്നീടുണ്ടായ വിഷയങ്ങളാണ്. യഥാർത്ഥത്തിൽ ദൈവം ദാമ്പത്യത്തെക്കുറിച്ച് കണ്ട സ്വപ്നം ഏദേൻ തോട്ടത്തിൽ കണ്ട സ്വപ്നമാണ്. എന്താണ്? ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. ദൈവം സ്ത്രീയെയും പുരുഷനെയും
ഭാര്യാഭർത്താക്കന്മാരായി സൃഷ്ടിക്കുമ്പോൾ അവർ തമ്മിൽ പിരിയുന്നതിനെക്കുറിച്ച് ദൈവത്തിന് യാതൊരു ചിന്തയുമില്ല. അത് ദൈവിക പദ്ധതിയിലില്ലാത്ത കാര്യമാണ്. അതാണ് ഈശോ പറയുക, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുന്നു. അവർ ഇരുവരും ഒരു ശരീരമാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. ഈശോ ഇപ്രകാരം പറയുമ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ദൈവിക പദ്ധതിയാണ് ഈശോ അവിടെ പ്രകടമാക്കുന്നത്. ദൈവമാണത് യോജിപ്പിച്ചത്. അതിനെ വേർപെടുത്താൻ ഒരു മനുഷ്യനും അവകാശമില്ല. ഇതാണ് ഈശോയുടെ വിവാഹ ദർശനം എന്ന് പറയുന്നത്, അഥവാ വിവാഹത്തെക്കുറിച്ചുള്ള ഈശോ മിശിഹായുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതാണ്. എന്നാൽ ഫരിസേയർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിച്ചോളാൻ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ പറഞ്ഞത്. അത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ സ്ത്രീകൾക്ക് അവകാശങ്ങൾ വളരെ നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. പുരുഷാധിപത്യ സംസ്കാരമായിരുന്നതുകൊണ്ട് സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് പോലും ഈ യഹൂദർ തർക്കിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. സ്ത്രീക്ക് ആത്മാവില്ല എന്നും പുരുഷൻ്റെ ആത്മാവിൻ്റെ നിഴൽ മാത്രമാണ് സ്ത്രീയിലുള്ളത് എന്നുമൊക്കെ അവർ തർക്കിച്ചിരുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്. അപ്രകാരം ചിന്തിച്ചിരുന്നൊരു കാലത്ത് ഏത് കാരണത്താലാണ് ഒരുവന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുന്നത് എന്ന ഒരു വലിയ തർക്കം യഹൂദരുടെ ഇടയിലുണ്ടായി. അങ്ങനെ വന്ന് പുരുഷന് അനിഷ്ടകരമായത് എന്തെങ്കിലും ഭാര്യയിൽ നിന്നുണ്ടായാൽ അവളെ ഉപേക്ഷിക്കാം എന്നുള്ള നിലപാട് വന്നു. അപ്പം അനിഷ്ടകരമായത് എന്ത് വന്നാലും ഉപേക്ഷിക്കാമെന്ന്. ഇപ്പോൾ കറി വെച്ചതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറഞ്ഞു പോയി, ഉടനെ എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. അതായത് റബ്ബിമാരുടെ ഇടയിൽ രണ്ട് വിരുദ്ധ വിഭാഗങ്ങളായിരുന്നു, ഷമ്മായി സ്കൂളും ഹില്ലേൽ സ്കൂളും. ഇവർ ഒരു കൂട്ടർ കുറേ കൂടി കഠിനമായി നിയമം വ്യാഖ്യാനിച്ചു. അങ്ങനെ ചെറിയ കാരണത്തിലൊന്നും ഉപേക്ഷിക്കാൻ പറ്റിയ എന്ന് പറയുമ്പം മറ്റേ ഗ്രൂപ്പ് പറയും, അല്ല, ഏത് ചെറിയ കാരണത്തിലും ഉപേക്ഷിക്കാം. ഭർത്താവിൻ്റെ ഷർട്ട് തേച്ച് കൊടുത്തു, അതിനകത്ത് ചുളുക്കം കണ്ടു, ഭർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. ഭാര്യ ട്രങ്ക് വെട്ടിയെടുത്ത് വീട്ടിൽ പോകണം. ഇങ്ങനെ വളരെ സർവ്വസാധാരണമായി വിവാഹമോചനം തുടങ്ങിയപ്പോൾ യഹൂദർ നിയമം ഉണ്ടാക്കി. മോശയുടെ കാലത്ത് നിയമം ഉണ്ടാക്കി. അങ്ങനെ തോന്നിയതിനു വേണ്ടി ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റിയല്ല. ഉപേക്ഷിക്കുന്ന വ്യക്തി എന്ത് കാരണത്താൽ ഉപേക്ഷിച്ചു എന്ന് കൃത്യമായി രേഖാമൂലം എഴുതി അത് സമർപ്പിക്കണം. ഇല്ല എങ്കിൽ അങ്ങനെ ഭാര്യമാരെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് നിയമമുണ്ടാക്കിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മോശമുണ്ടാക്കിയ നിയമമാണ്. ഭർത്താവിന് തോന്നുമ്പടി കറിക്കകത്ത് ഉപ്പില്ല, ഷർട്ട് തേച്ചതിന് ചുളുക്കുണ്ട്, അല്ലെങ്കിൽ എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റിയല്ല. മറിച്ച് ന്യായമായ കാരണമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അത് ഉപേക്ഷാപത്രം രേഖാമൂലം എഴുതണം എന്ന് മോശ നിയമം ഉണ്ടാക്കിയത് സ്ത്രീയുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ പിന്നെ വന്ന ഒരു പ്രശ്നമാണ്, അപ്പോൾ ഗൗരവമുള്ള ഒരു തെറ്റുണ്ടെങ്കിലേ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഉണ്ടാക്കിയത് അങ്ങനെ. എന്നാൽ വ്യഭിചാരം ചെയ്താൽ ഭാര്യയെ ഉപേക്ഷിക്കാം, പരസംഗം മൂലം എന്ന് പറയുമ്പോൾ വ്യഭിചാരം മൂലം. എന്നാൽ ഈശോയുടെ നിലപാട് നമുക്കറിയാം, ഒരു കാരണവശാലും ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കരുത്. കാരണം ദൈവം യോജിപ്പിച്ചതാണ്, മനുഷ്യൻ വേർപെടുത്തരുത്. അങ്ങനെയെങ്കിൽ പിന്നെ ഈ വ്യഭിചാരം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന്, ഇത് മോശയുടെ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംശയ ദൂരീകരണമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പൊർണേയ എന്ന് പറയുന്ന ഈ പദത്തിന് ദാമ്പത്യ അവിശ്വസ്തത എന്നുള്ളതിനേക്കാളും എന്താണ്, ഈ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചില ഗോത്രങ്ങളിലും ചില വിജാതീയ ആചാരങ്ങളിലും നിലനിന്നിരുന്ന പല അവിഹിത കാര്യങ്ങളും ഇവിടെ വിവാഹം എന്ന അവസ്ഥയായി തീർന്നിട്ടുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട്
സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം, അപ്പൻ തന്നെ മറ്റൊരു ഭാര്യയിലുണ്ടായ മകളെ വിവാഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു ഭർത്താവിലുണ്ടായ മകളെയും കൂടി അപ്പൻ വിവാഹം ചെയ്യുന്നു. പൗലോസ്ലീഹ തന്നെ കൊറിന്തോസുകാർക്ക് എഴുതുമ്പോൾ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നവരാണ് എന്ന് കേൾക്കുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പൗലോസ്ലീഹ കഠിനമായി ശാസിക്കുന്നുണ്ട് അവരെ. അതിൻ്റെയൊക്കെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, വിവാഹം എന്ന ആ പദത്തിൻ്റെ മറവിൽ ഒരുപാട് അഗമ്യഗമനങ്ങൾ, അങ്ങനെയാണ് മലയാളത്തിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻസെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് രക്തബന്ധമുള്ളവർ തമ്മിലുള്ള പാപകരമായ ബന്ധങ്ങൾ, അവയൊക്കെ വിവാഹമാണ് എന്ന പേരിൽ കൊണ്ടു നടക്കുന്നു. അത്തരം ബന്ധങ്ങൾ ഉപേക്ഷിക്കാം എന്നാണ് സുവിശേഷകൻ പറഞ്ഞത് എന്നാണ് അതിന് നൽകപ്പെടുന്ന വ്യാഖ്യാനം. യഥാർത്ഥത്തിൽ ദൈവം യോജിപ്പിച്ച സാധുവായൊരു വിവാഹം വ്യഭിചാരത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കുന്നതിനെ സഭ അനുകൂലിക്കുന്നില്ല. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നതിൻ്റെ അർത്ഥം, ഈ തെറ്റായ ബന്ധങ്ങളിൽ പെട്ട് കഴിയുന്നവർ, അതായത് ഒരിക്കലും വിവാഹമെന്ന കൂദാശയായി അംഗീകരിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ, ഇൻസെസ്റ്റ് തലത്തിലുള്ള രക്തബന്ധമുള്ളവർ തമ്മിലുള്ള ബന്ധങ്ങൾ, അവയൊന്നും വിവാഹമായി കരുതാൻ പാടില്ല, അവയൊക്കെയും ഉപേക്ഷിക്കാം എന്ന് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതപ്പെടും. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളിലെ 6ാമത്തെ പ്രമാണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച ദീപഗിരി സെൻറ് തോമസ് ഇടവകയിലെ മതാധ്യാപകർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.